ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലിനാസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസിയായി ചോക്കോബാർ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ചു വരണം. എന്നിട്ട് ഇതിൻ്റെ പകുതി ആവണം. നല്ലപോലെ തിളച്ച് കുറുകി ഇതിൻ്റെ ഏകദേശം പകുതി ആവണം. ഇപ്പോൾ പാല് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് അല്പം പാല് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തരിയൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ തരിയൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാലും കോൺഫ്ലോറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി, കണ്ടോ? ഇനി ഇത് കുറച്ചുകൂടെ തിക്കാവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട്. മോൾഡിലേക്ക് ഒഴിക്കാനുള്ള എളുപ്പത്തിന് ഞാനൊരു കപ്പിലേക്ക് ഇത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് നമുക്ക് കവർ ചെയ്യാം. ഞാൻ ഇതിലേക്ക് ഈ മോൾഡിൻ്റെ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നില്ല. അതിന് പകരം ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കാണ് നമ്മൾ. ഇനി നമുക്ക് ഒരു നൈഫ് കൊണ്ട് ഇതിൻ്റെ നടുക്ക് ചെറിയൊരു ഹോളിട്ട് കൊടുക്കാം. സ്റ്റിക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ സ്റ്റിക്കെല്ലാം നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓവർനൈറ്റ് ഇത് ഫ്രീസറിൽ വെക്കാം. നാളെ നമുക്കിത് പുറത്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കേണ്ടതാണ്. അതിനായി ഞാനിവിടെ 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിന് മുകളിലേക്ക് ഒരു ഗ്ലാസ് ബൗള് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മെൽറ്റായിട്ട് വരണം. ചോക്ലേറ്റ് മെൽറ്റായി തുടങ്ങുന്നുണ്ട്. കുറച്ച് ടൈം കൂടെ വേണം കംപ്ലീറ്റ് മെൽറ്റാവാൻ. ഇപ്പോൾ ചോക്ലേറ്റ് ഒരുവിധം ഉരുകി വരുന്നുണ്ട്. കുറച്ചുകൂടെ ഉരുകാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ചില ഡാർക്ക് ചോക്ലേറ്റ് നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഒരളവ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഒഴിച്ചു കേട്ടോ. അതെൻ്റെ ക്യാമറയിൽ പെട്ടില്ല. വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഇതേപോലെ ഇരിക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നമുക്കിത് ഡിപ്പ് ചെയ്തെടുക്കാനുള്ളതാണേ. ഇപ്പോൾ ഞാൻ മോൾഡ് ഫ്രീസറിൽ നിന്ന് എടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അലൂമിനിയം ഫോയിൽ എടുത്ത് മാറ്റാം. കണ്ടോ, നന്നായി സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് വെച്ച ചോക്ലേറ്റ് നന്നായി തണുത്തിട്ടുണ്ട്. ഞാൻ 5 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒട്ടും ചൂട് പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ ഐസ് അതിലേക്ക് അടർന്ന് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഡിപ്പ് ചെയ്തെടുക്കാം. ഈ മോൾഡിൽ നിന്ന് നമുക്ക് ഓരോന്ന് ഇങ്ങനെ ഊരിയെടുക്കാൻ സാധിക്കും. അപ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ട് അതിലൊന്നിങ്ങനെ ഡിപ്പ് ചെയ്താൽ മതി. കുറച്ച് സമയം ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾക്കിത് ഡിമോൾഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഇത് ഡിമോൾഡ് ചെയ്യാൻ ഈസി ആട്ടോ. കണ്ടോ, നല്ല സൂപ്പറായിട്ടുള്ള ഐസ് തയ്യാറായി. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചോക്ലേറ്റിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്കിതിങ്ങനെ പൊക്കി പിടിക്കാം. അപ്പോൾ ഈ ചോക്ലേറ്റ് സിറപ്പ് എല്ലാം ഇങ്ങനെ താഴേക്ക് വീഴും. കണ്ടോ, കുറച്ച് നേരം നമ്മളിങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ ഇത് വേഗം സെറ്റാവും. നല്ല നീറ്റായിട്ട് നമുക്ക് സെറ്റായി കിട്ടി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ഇതേപോലെ ഓരോന്നും ഡിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ഈസിയായി നമ്മൾ ചോക്കോബാർ വീട്ടിലുണ്ടാക്കിയില്ലേ? ഇതേപോലെ നിങ്ങളും വീട്ടിലുണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.